ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. നോമ്പൊക്കല്ലേ? അപ്പം ഇൻസ്റ്റയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഒരു 1 പാൻ കേക്ക് എന്നുള്ള ഒരു സാധനം. അത് നമ്മൾ ട്രൈ ആക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ഇഫ്താറിന് തിന്നാൻ. നമുക്ക് ഇവിടെ സാധനങ്ങളുണ്ടോയെന്ന് ഒരു സാധനം വെച്ചിട്ട് ഞാൻ പ്രിപ്പയർഡ് അല്ല. അപ്പം നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. ഇത് പിന്നെ ഫ്ലോപ്പ് ആവുക ശരിയാവുന്നൊന്നും അറിയില്ല. ഒക്കെ നമുക്ക് കണ്ടറിയാം. നോമ്പാണ് ഇൻസ്റ്റയിൽ കൂടി ഒക്കെ ഫുള്ള് തന്നെ ഫുഡ് അത് മാത്രമേ ഇപ്പോൾ പേജിൽ വരുന്നുള്ളൂ. അപ്പോൾ കണ്ട ഒരു സാധനമാണ് ഈ 1 പാൻ കേക്ക് അറിഞ്ഞ സാധനം. അത് നമുക്ക് ട്രൈ ആക്കിയേക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടില്ല. ഒക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബൈ ദ വേ ഗൈസ്, ഈ ലൈറ്റ് എങ്ങനെയുണ്ട്? അത് ഓർഡർ ചെയ്ത ലൈറ്റ് കാണിച്ചു. ഇതാണ് ആ ലൈറ്റ്. ഇതിന് ജസ്റ്റ് 250 ഉള്ളൂ ഇതിന്. ആൻഡ് ദിസ് ഇസ് ലവ്ഡ് ഇറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം 250ക്ക് നല്ല വേർത്താണ്. നല്ല അടിപൊളി ലൈറ്റ്. നമ്മുടെ റൂമിൻ്റെ എല്ലാം വേറെ ലെവലൊക്കെ ഈ സാധനം. ലൈക്ക് നല്ല അടിപൊളി ലൈറ്റ്. ഇതിന് ഈ ലൈറ്റ് മാത്രമല്ല വേറെ ഇഷ്ടംമാതിരി ലൈറ്റ് ഉണ്ട്. ഇതിപ്പോൾ എന്താ, ഇതിനൊരു റിമോട്ടും ഉണ്ട്. ഇത് ലൈറ്റ്, ഇതൊരു ഓറഞ്ച് ലൈറ്റ്, ഇത് ഓറഞ്ച് ലൈറ്റ്, ഇത് റെഡ്. പിന്നെ എന്താ നോക്കണോ, നമുക്ക് ബ്ലൂ നോക്കാം. ഇനി പിങ്ക് ലൈറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലൈറ്റ്. വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഫ്ലാഷ് കണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് അടിപൊളി സാധനം. പിന്നെ വൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൽ പോവാം. ഇത് അടിപൊളിയല്ലേ? ഷുഗർ അത് പൊടിച്ചിട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ ഇത്ര മതിയോ അത് ഇനിയും വേണം, അതിന് കുറക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതിലും പൊടിച്ച് നോക്കാം. യെസ് ഗൈസ്, സെറ്റാക്കി, ഷുഗർ സെറ്റാക്കി. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് സെറ്റ്. ഇനിയും 1 പാൻ അല്ലേ, അപ്പോൾ ഒരു പാൻ. ഓക്കെ, സോ നമ്മളെ ഇൻഗ്രീഡിയൻസ് റെഡി കൊടുക്കും. 1 കപ്പ് പാല്, 3/4 കപ്പ് മൈദ ആൻഡ് ക്രഷ്ഡ് ഓരിയോസ്, 1/4 കപ്പ് എന്താണത്, 1/4 കപ്പ് കൊക്കോ പൗഡർ, മിക്സ്ഡ് ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ വിത്ത് സം ഉപ്പ്, വിത്ത് 3 മുട്ട ആൻഡ് ഗോട്ട് സം നെയ്യ്, പൗഡേർഡ് ഷുഗർ. സോ ദാറ്റ്സ് ഇറ്റ്. പോയി ഓക്കെ, സാധനം ആയിക്കൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ ഈ പാത്രം മാറ്റി. ഇപ്പോൾ 3:11 ഞാനിത് കുറച്ചേരും കൂടെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് ഇത് തുറന്നു. പിന്നെ ഞാൻ ഇവിടെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒരു ചെറിയ ഫില്ലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഓപ്ഷണലാണ്, ചെറിയൊരു ഫില്ലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കുറച്ച് ഹോട്ട് വാട്ടറും പിന്നെ ആ ചോക്ലേറ്റ് പൗഡറും ഇതിക്കിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മൾ കേക്ക് റെഡി. ഇനി നമുക്കിത് കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് നോമ്പറക്കാൻ സമയത്ത് എടുക്കാം.